വെറും 16 പൗണ്ടിന് അൺലിമിറ്റഡ് ഫുഡ്. അത് നമ്മുടെ സ്വന്തം കേംബ്രിഡ്ജിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്കും വിശ്വാസമില്ലായിരുന്നു, അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നവരെ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. വെൽക്കം ടു ബ്രിക്സ് ലൈഫ് ബൈ ശ്രുതി ആൻഡ് ആശിഷ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞങ്ങൾ തനിച്ചല്ല, ഞങ്ങളുടെ കൂടെ കുറച്ച് അധികം പേരുണ്ട്. ആരാണെന്നല്ലേ? വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ചേട്ടായിമാരും ചേച്ചിമാരും പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എല്ലാവരും 12 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലെത്തി. 12 മണിക്കാണ് റെസ്റ്റോറൻറ്റ് സാധാരണയായിട്ട് എല്ലാ ദിവസങ്ങളിലും സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വെയിറ്റിങ്ങിലായിരുന്നു. 11:50 തന്നെ ഞങ്ങളവിടെ എത്തി മക്കളെ. കാരണം ഞങ്ങൾക്ക് അത്രയും ആകാംക്ഷയായിരുന്നു. കുറച്ച് പേർക്ക് ഓൾറെഡി പോയിട്ടുള്ളതായിരുന്നെങ്കിലും പിന്നീട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സന്തോഷം കൊണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് പോയിരിക്കുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം കേംബ്രിഡ്ജ് സിറ്റിയിൽ തന്നെയുള്ള ഒരു കോണ്ടിനെൻ്റ് റെസ്റ്റോറൻറ്റിലെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്. റെസ്റ്റോറൻറ്റിൻ്റെ പേര് നയൻസ് ഗ്ലോബൽ ബഫറ്റ് എന്നാണ്. സിറ്റി തന്നെയാണുള്ളത്. അപ്പോൾ കേംബ്രിഡ്ജിൽ താമസിക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ അറിയാത്തവർക്ക് വേണ്ടി കൂടിയാണ് ഇത് ഷെയർ ചെയ്തത്. അപ്പോൾ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആവുന്നത് എല്ലാ സമയം 12 ടു 3 വരെയാണ്. പിന്നെ ഈവനിങ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 5 മണി തൊട്ട് 10 മണി വരെയാണ്. അതിൽ സാറ്റർഡേ സൺഡേസും കുറച്ച് വ്യത്യാസമുണ്ട്. 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 3:30 ആകുമ്പോൾ ഫസ്റ്റ് സെക്ഷൻ തീരും. പിന്നെ ഡിന്നർ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 4:30 തൊട്ട് 9:30 വരെയാണ്. ടൈമിൽ മാത്രമല്ല കേട്ടോ, പ്രൈസിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. മൺഡേ ടു ഫ്രൈഡേ ആണെങ്കിൽ 15.99 അഡൽറ്റിനും ചിൽഡ്രന് വെറും 10.99 മാത്രമേ ഉള്ളൂ. പിന്നെ സാറ്റർഡേ സൺഡേ ബാങ്ക് ഹോളിഡേയ്സ് ആണെങ്കിൽ അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അഡൽറ്റിന് 17.99 പൗണ്ട്സും ചിൽഡ്രന് 11.99 പൗണ്ട്സും മാത്രമേ ഉള്ളൂ. അപ്പം ആരെങ്കിലുമൊക്കെ വീക്കെൻഡ്സിൽ പോയി ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പ്രൈസ് കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, പക്ഷെ ഒരിക്കലും നിങ്ങൾക്കതൊരു നഷ്ടമായിട്ട് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് കടന്നു. ഞങ്ങൾ ഏകദേശം 12 പേര് അഡൽറ്റ് തന്നെ ഉണ്ടായിരുന്നു, 5 കിഡ്സും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഞങ്ങളൊരു കോർണറിൽ വലിയൊരു ടേബിൾ കണ്ടുപിടിച്ചു. അവിടെ ഞങ്ങളെല്ലാവരും ഇരിപ്പുറപ്പിച്ചു. പിന്നെ ആ റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് ഒരു രക്ഷയില്ല മക്കളെ. അടിപൊളി ആംബിയൻസ് ആയിരുന്നു. ലൈറ്റിങ്ങും ഡെക്കറേഷൻസും എല്ലാം തന്നെ വെച്ച് നല്ല അടിപൊളി രസമായിരുന്നു അതിൻ്റെ ഉള്ളിൽ തന്നെ കാണാനായിട്ട്. ആംബിയൻസ് മാത്രമല്ല കേട്ടോ, അവിടുത്തെ സ്റ്റാഫും എല്ലാവരും അടിപൊളിയായിരുന്നു. എന്ത് അസിസ്റ്റൻസ് വേണമെങ്കിലും വിത്തിൻ സെക്കൻഡ് അവർ നമുക്ക് ചെയ്തു തരുമായിരുന്നു. പിന്നെ ഫുഡ് മാത്രമല്ല കേട്ടോ, അവിടെ ഡ്രിങ്ക്സും അവൈലബിൾ ആണ്. പിന്നെ പക്ഷേ ഡ്രിങ്ക്സ് നമ്മൾ സെപ്പറേറ്റിന് പേ ചെയ്യും. അപ്പം അതുകൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മളവിടെ ഡ്രിങ്ക്സ് എന്ന കാറ്റഗറി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കൂട്ടുകാരെ. ഒരു മോർ ദാൻ 100 ഐറ്റംസ് ഉണ്ട് മൊത്തത്തിലാണെങ്കിൽ. നമ്മളവിടെ ചെന്ന് കഴിച്ചിട്ടുണ്ട്, എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് വയർ ഫുള്ളായി മാത്രമേ നമുക്ക് തിരിച്ചു വരൂ. നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. ഏകദേശം ഒരു 3 മണിക്കൂർ വരെ നമുക്ക് അവിടെ ഇരുന്ന് എല്ലാം വളരെ സ്ലോ ആയിട്ട് എൻജോയ് ചെയ്ത് റെസ്റ്റും എടുത്തിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന അത്രയും ഒരു സമയമുണ്ട് അവിടെ. അപ്പം ഞങ്ങൾ സ്റ്റാർട്ടേഴ്സിൽ നിന്ന് തന്നെ തുടങ്ങി. ഏകദേശം ഒരു 10-15 ഐറ്റംസ് തന്നെ സ്റ്റാർട്ടേഴ്സ് തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊരു ഡക്ക് റോസ്റ്റ് ആണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാനത് എടുത്തു പറയുന്നത്. ഞങ്ങൾ സ്റ്റാർട്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഡക്ക് റോസ്റ്റിലായിരുന്നു. അപ്പം ഇതൊരു റോളിൽ വെച്ചിട്ട് കഴിക്കാനായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടുത്തെ ഷെഫിനെ ഒന്ന് കാണണം എന്ന് അവസാനം നമുക്കൊന്ന് ഫീൽ ചെയ്തായിരുന്നു, പക്ഷേ എന്തായാലും അത് സാധിച്ചില്ല. അപ്പം ഡക്ക് റോസ്റ്റിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം ഐസ്ക്രീമിലാണ് കൊണ്ട് എത്തിച്ചത് എന്തായാലും. അപ്പോൾ മെനൂസ് ഓരോന്നായിട്ട് നമുക്ക് കാണാം. ഇത് ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ ഇന്ന് ഈ വീഡിയോ ഒരു ദിവസം എടുത്താലും തീരത്തില്ല. അപ്പോൾ സ്റ്റാർട്ടേഴ്സ് എല്ലാം അടിപൊളി സെക്ഷൻസ് ആയിരുന്നു. പിന്നെ മെയിൻ കോഴ്സിലേക്ക് പറയുവാണെങ്കിൽ നമുക്ക് ലാം ചോപ്സ് ഉണ്ട്, വിവിധ തരം നൂഡിൽസ് ഉണ്ട്, റൈസ് ഐറ്റംസ് ഉണ്ട്, സീ ഫുഡ്സ് ഉണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് ഗൈസ്. അപ്പോൾ ഞാൻ അധികം റൈസ് ഐറ്റംസ് ഒന്നും ട്രൈ ചെയ്തില്ല. പിന്നെ നൂഡിൽസ് 1-2 ഐറ്റംസ് മാത്രമേ ഞാൻ ടേസ്റ്റ് ചെയ്തുള്ളൂ. കാരണം റൈസ് ഐറ്റംസ് നമ്മൾ എപ്പോഴും കഴിക്കുന്നതാണല്ലോ എവിടെ പോയി കഴിഞ്ഞാലും. അപ്പോൾ കഴിക്കാത്ത ഐറ്റംസ് ട്രൈ ചെയ്യാനാണ് ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് കേട്ടോ. അതിൽ ലാം ചോപ്സ് ആണ് അവിടെ ഇരിക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ മസാലകൾ അങ്ങനെ എരിവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഇത് ചെയ്ത സാധനങ്ങളായിരുന്നു.
എല്ലാത്തിലും നമുക്ക് സെപ്പറേറ്റ് അവരുടെ പ്രസൻറ്റേഷൻ തന്നെ എടുത്തു പറയേണ്ടതായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നീറ്റ് ആൻഡ് ടൈഡി ആൻഡ് ക്ലീനായിട്ട് എല്ലാത്തിനും സെപ്പറേറ്റ് സ്പൂണും കാര്യങ്ങളും എല്ലാം ആ സ്പേസ് മുഴുവൻ നമുക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതും ക്ലീൻനെസ്സാണ് എടുത്തു പറയേണ്ട വേറൊരു കാര്യമായിട്ട്. നമ്മൾ ഓരോ പ്രാവശ്യം ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ സ്റ്റാർട്ടേഴ്സ് കഴിച്ച് കഴിയുമ്പോൾ ഉടനെ തന്നെ അവരുടെ ആൾ വന്നിട്ട് ആ പ്ലേറ്റ് അവർ എടുത്തുകൊണ്ട് പോവുകയാണ് ക്ലീൻ ചെയ്യാനായിട്ട്. നമുക്ക് അടുത്ത പ്ലേറ്റ് എടുത്ത് അടുത്ത മെയിൻ കോഴ്സിലേക്ക് അല്ലെ സ്റ്റാർട്ടേഴ്സ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അതൊക്കെ ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ വലിയവർക്ക് മാത്രമല്ല, കുട്ടികൾക്കായാലും അവിടെ എല്ലാ ഫുഡും അവിടെ ഇഷ്ടപ്പെടും. പൊന്നൂസും നമ്മുടെ ജയ്ക്കുട്ടനാണെങ്കിലും എല്ലാം അവർ എൻജോയ് ചെയ്ത് കഴിക്കുന്നത് കണ്ടപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. പൊന്നൂനെ ഞാൻ എപ്പോഴും എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഫോഴ്സ് ചെയ്യാനുണ്ട്. ഇത് കഴിക്കും മോനെ, അത് കഴിക്കും മോനെ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ ചെന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് അവളെ ഫോഴ്സ് ചെയ്യേണ്ട ഒരാവശ്യം വന്നിട്ടില്ല. അവൾക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അവളതെല്ലാം പോയി എടുത്ത് കഴിച്ചു. അപ്പോൾ അത് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യമാണ്. നമ്മൾ മക്കളെ കൊണ്ടുപോകുമ്പം അവരതെടുത്ത് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ. പിന്നെ നോൺ വെജിറ്റേറിയൻസിന് മാത്രമല്ല കേട്ടോ, വെജിറ്റേറിയൻസിനും അവിടെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒരുപാട് നല്ല സ്റ്റീം ചെയ്ത വെജിറ്റബിൾസും അതുപോലെ വെജിറ്റേറിയൻ കട്ട്ലെറ്റ്സും അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ട് ഐറ്റംസ് ഓരോന്നോരോന്നോരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഡെഫിനിറ്റായിട്ട് ഞാൻ എന്തായാലും ഇനിയും അവിടെ പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പോയിരിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോന്നോരോന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. മക്കൾസ് എല്ലാവരും ഫുഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അവിടെ നമ്മുടെ കുഞ്ഞുമക്കളെല്ലാം അടിപൊളിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓരോരോ മൂലയ്ക്ക് പോയിരുന്ന് അടിപൊളിയായിട്ട് ടേസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരുടെ മുഖത്തുള്ള ഒരു സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ് അത് കഴിക്കുന്നതെന്ന്. അപ്പം ഞാനും ചേട്ടായിയുടെ കയ്യിൽ നിന്ന് ചെറിയൊരു ലാബിൻ്റെ പീസാന്ന് തോന്നുന്നു. അവരെല്ലാവരും കഴിക്കാനിരുന്ന് ഞാനിങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ഫസ്റ്റ് വീഡിയോ എടുത്ത് അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് ഒരു ഒന്നൊന്നര കഴിപ്പങ്ങ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം വീഡിയോയിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. അപ്പം അവരെല്ലാം കഴിക്കാനിരുന്നു. സ്റ്റാർട്ടേഴ്സിൽ എല്ലാവരും തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, അവർ ഉടനടി സ്റ്റാർട്ടേഴ്സ് കഴിച്ച ഉടനെ തന്നെ അവർ വന്ന് ഉടനെ ആ പ്ലേറ്റ് എടുത്ത് അവിടുന്ന് മാറ്റുകയാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരെ ആയാലും നമ്മൾ ആരെയും വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മൾ വിത്തിൻ 1 സെക്കൻഡ് അവർ നമ്മുടെ അടുത്ത് നിന്ന് തന്നെ വന്നത് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ മെയിൻ കോഴ്സ് കഴിഞ്ഞ് സ്റ്റാർട്ടേഴ്സ് കഴിഞ്ഞ് അതെല്ലാം കൂടെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഡെസേർട്ട് സെക്ഷനിലേക്ക് വരുമ്പോൾ എൻ്റെ അമ്മേ! അതും ഒരു രക്ഷയില്ലാത്തതായിരുന്നു. ഡെസേർട്ട് സെക്ഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ മക്കളൊക്കെ തിരക്ക് കൂട്ടി മെയിൻ കോഴ്സൊക്കെ ഫിനിഷ് ചെയ്തിട്ട് ഡെസേർട്ട് സെക്ഷനിലായിരുന്നു അവർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അവിടെ അടിപൊളിയായിട്ട് നല്ല വെറൈറ്റി ഓഫ് കേക്ക് ഐറ്റംസ് ആയിരുന്നു. ഒരു മോർ ദാൻ 15 കേക്ക് ഐറ്റംസ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഷുഗറാണ്, ഹെൽത്ത് കൺട്രോൾ ചെയ്യണം എന്ന അന്നത്തെ ഒരു ദിവസം ഞങ്ങൾ ആരും അതൊന്നും നോക്കിയില്ല. അടിപൊളിയായിട്ട് നമ്മൾ എല്ലാം ട്രൈ ചെയ്തു. വെറൈറ്റി ഓഫ് കേക്കുണ്ട്. എല്ലാം ചെറിയ ചെറിയ പീസായിരുന്നു. നമുക്ക് അത് തന്നെ ധാരാളമായിരുന്നു. സ്വീറ്റ്സ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഫ്രൂട്ട്സ്, നല്ല അടിപൊളി ഫ്രൂട്ട്സ് ഐറ്റംസ് അവിടെ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് വെച്ച് ചിലതൊക്കെ നമുക്കവിടെ ഉപ്പിലിട്ടിട്ട് വെച്ചിട്ടുള്ളതുണ്ടായിരുന്നു. സാലഡ്സ് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് സ്വീറ്റ് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സാലഡ്സ് കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാം. അങ്ങനെ എല്ലാവർക്കും വേണ്ടി അവർ ഓരോരോ സെക്ഷനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീംസ്, അത് പിന്നെ മക്കളായാലും വലിയവരായാലും ഐസ്ക്രീം വിട്ടൊരു കളിയില്ല. അങ്ങനെ അവസാനം എല്ലാവരും കഴിച്ചു കഴിഞ്ഞതാ ക്ഷീണിച്ചിരിക്കുകയാണ് ചേട്ടായിമാരെല്ലാവരും. ഞാൻ ജസ്റ്റ് റിവ്യൂ ചോദിച്ചാൽ എല്ലാവരും അടിപൊളി അടിപൊളി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആരും മോശമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. എല്ലാവരും എൻജോയ് ചെയ്തു. അവസാനം ഐസ്ക്രീമൊന്നും കുത്തിക്കയറ്റാൻ സ്ഥലമില്ലാഞ്ഞിട്ട് വരെ ഞങ്ങൾ കുത്തിക്കയറ്റി. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഐസ്ക്രീം. സത്യം പറഞ്ഞാൽ ഏറ്റവും അവസാനം കഴിച്ചെങ്കിലും അടിപൊളി നല്ലൊരു ടേസ്റ്റായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു ഫുഡ്. എല്ലാവരും വയറ് നിറച്ച് കഴിച്ച്. ആക്ച്വലി രാവിലെ ഞങ്ങൾ കുറച്ച് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. അപ്പം ഞങ്ങൾ ലഞ്ച് അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയെന്നുള്ളതാണ് അടുത്തൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങളാരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറക്കണ്ട, 12 o'clock റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുക. പോകുന്നതിന് മുമ്പ് വളരെ വളരെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പം റെസ്റ്റോറൻറ്റിൻ്റെ നമുക്ക് നേരത്തെ കുറച്ച് അധികം ആൾക്കാരൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനിറ്റായിട്ട്
ബുക്ക് ചെയ്യുക, സീറ്റ് ബുക്ക് ചെയ്യാൻ മറക്കണ്ട. ഓൺലൈൻ നയൻസ് ഗ്ലോബൽ ബഫ് റെസ്റ്റോറൻറ്റ് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷനും സീറ്റിംഗ് ബുക്കിങ്ങും എല്ലാം അവൈലബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരത്തെ കണ്ടും ബുക്ക് ചെയ്യുക. പിന്നെ പാർക്കിംഗ് ആരും പേടിക്കണ്ട കേട്ടോ. അവിടെ ഷോർട്ട് സ്റ്റേ പാർക്കിംഗ് ആയാലും ലോങ് സ്റ്റേ പാർക്കിംഗ് ആയാലും പേ പാർക്കിംഗ് ആണ്, പക്ഷേ വളരെ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ കഴിച്ച ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് ഞാനിവിടെ ലാസ്റ്റ് ചില ഫോട്ടോസായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത്രയും ഫുഡൊക്കെ ഞാൻ കഴിച്ചു എന്ന് ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെയാണ് എനിക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യം. അപ്പം പോകാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഞാൻ ലൊക്കേഷൻ പിൻ ചെയ്തേക്കാം. എല്ലാവരും പോയി ഡെഫിനറ്റ്ലായിട്ട് എൻജോയ് ചെയ്യണം കേട്ടോ. ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ദിവസം അങ്ങ് പോകുന്നേ, എല്ലാവർക്കും അങ്ങ് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ആവട്ടെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതിനു മുമ്പായിട്ട് പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.